ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഇനി ഒരിക്കലും ഉണ്ടാവില്ല, അത്രയും ബെസ്റ്റ് സ്ക്രിപ്റ്റാണ് നീ എഴുതിയിരിക്കുന്നത്, ഇത് ഞാൻ തന്നെ ചെയ്യും, ഇതിൽ ഒരു മാറ്റവും വേറെ ആർക്കും കൊടുക്കരുത്. ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് പേജിൽ തന്നെ ഒബ്വിയസ് ആയിട്ട് പറയുന്നതിനേക്കാളും പടിപടിയായിട്ട് എന്നെയും കൂടെ വായിക്കുമ്പോഴോ സിനിമ കാണുമ്പോഴോ അതിൽ എൻഗേജ്ഡ് ആയിട്ട് ഞാൻ തന്നെ അത് ഡീകോഡ് ചെയ്തെടുത്ത്, അല്ലെങ്കിൽ ആ വരികൾ ഈ വരികൾ തമ്മിലൊക്കെ കണക്ട് ചെയ്തെടുത്തിട്ടൊക്കെ ഡിഡക്റ്റ് ചെയ്തെടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ആസിൻ്റെ കാര്യത്തിൽ നമ്മൾ അമ്മണിപ്പിള്ള മുതൽ കാണുന്നതാണ്. എന്താ പറഞ്ഞാൽ എനിക്ക് അപ്പം മുതൽ ആസി ഭയങ്കര ഡീറ്റെയിൽഡ് ആക്ടർ, ഡീറ്റെയിലിംഗ് ചെയ്യാൻ ഭയങ്കര എന്താ പറയുക, കണ്ണുകൾ കൊണ്ടും എക്സ്പ്രഷൻസ് എല്ലാം വെച്ചിട്ട് ആസിന് പലതും ചെയ്യാൻ പറ്റും എന്നുള്ള അന്നേ ഞാൻ മനസ്സിലാക്കി. തുടങ്ങുമ്പോൾ ഇത് അവസാനിക്കുമല്ലോ എന്ന് അറിയില്ല, അതാ ഞാൻ അഗൈൻ പറഞ്ഞു, തുടങ്ങുമ്പോൾ ഇത് അവസാനിപ്പിക്കാൻ പറ്റുമല്ലോ എന്നൊന്നും അറിയില്ല, അവസാനിക്കട്ടെ എന്നുള്ള രീതിയിലാണ് എഴുതി പോണേ. തീർന്നപ്പോൾ അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. കിഷ്കിന്ദ കാണ്ഡം ടീമാണ്. ഡയറക്ടർ ദിഞ്ജിത്ത്, റൈറ്റർ ആൻഡ് ക്യാമറമാൻ ബാഹുൽ. രണ്ടുപേർക്കും നമസ്കാരം. സിനിമ കണ്ട ഒന്നോട്ട് നിങ്ങളെ വിളിക്കുകയാണ്, പക്ഷെ നിങ്ങൾ തിരക്കാണ്. ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് ആൾക്കാരുടെ കംപ്ലൈൻറ്റ് ടിക്കറ്റ്സ് ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു സന്തോഷം എങ്ങനെയാണ്? അതെ, എല്ലാവരും ഇപ്പോൾ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങൾ, ഇങ്ങനത്തെ റിലീസുകളൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ കൊതിക്കുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ റിലീസിന് ശേഷം ഇപ്പോൾ 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞവര് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് കിട്ടാനില്ല എന്ന് പറഞ്ഞ കൺസേണുകൾ കൂടുതൽ അഡ്രസ് ചെയ്ത് കേൾക്കുന്നത്. അപ്പൊ അത് ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി ഇന്ന് ഒരു പടത്തിന്റെ റണ്ണിങ് ടൈം ഒക്കെ ഭയങ്കര കുറവാണല്ലോ. റണ്ണിങ് ടൈം ഡ്യൂറേഷൻ അല്ല, ഒരു എത്ര കാലം തിയേറ്ററുകളിൽ ഇപ്പോൾ അതിന്റെ ഒരു സ്പെക്ട്രം മാറിയല്ലോ. അപ്പൊ എന്നിട്ട് സ്റ്റിൽ ഇപ്പോൾ 1 വീക്കിന് ശേഷം ഇങ്ങനെ കേൾക്കുന്നത് ഭയങ്കര സന്തോഷം. അതും നമ്മൾ റിലീസ് ചെയ്ത് 130 സ്ക്രീനുകളിലായിരുന്നു. ഈ സെക്കൻഡ് വീക്ക് തൊട്ട് അത് ഓൾമോസ്റ്റ് 300 സ്ക്രീനിലേക്ക് മാറിയിട്ടുണ്ട് ഈ ഫ്രൈഡേ തൊട്ട്. എന്നിട്ടും ഈ പറഞ്ഞ ടിക്കറ്റ് അവൈലബിലിറ്റിയിൽ ഈ കൺസേൺ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര ഈ നിങ്ങളെ ചുറ്റുപറ്റിയുള്ള സുഹൃത്തുക്കൾക്കും ഫാമിലി എല്ലാവർക്കും സിനിമ കാണാൻ അവസരം കിട്ടി കാണും അല്ലേ? അവർക്ക് ടിക്കറ്റ് കിട്ടി കാണും. ഓക്കെ, ഞാൻ ഈ സിനിമയും ഇപ്പം ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ആദ്യം കാണണം എന്നുള്ള ലിസ്റ്റ് വെച്ചൊരു സിനിമയായിരുന്നില്ല. ആദ്യം സ്വാഭാവികമായിട്ട് ഈ മാസ് സിനിമകൾ ഇറങ്ങുമ്പോൾ കാണാനുള്ളൊരു ആവേശമൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കണ്ടവരുടെ നിന്ന് കേട്ട അഭിപ്രായമാണ് സെക്കൻഡ് ഡേ എനിക്ക് സിനിമ കാണാൻ എനിക്ക് തോന്നാൻ കാരണം. പിന്നെ ഞാൻ സിനിമ കണ്ടിട്ട് ഞാൻ ഒരുപാട് പേരോട് ഇത് പറയുകയും ചെയ്തു. അപ്പോൾ ഈ മൗത്ത് പബ്ലിസിറ്റി എന്നുള്ളതിൻ്റെ ഒരു പവർ എന്താണെന്ന് കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ? എന്നെ വിളിക്കുന്ന പല ആൾക്കാരും എന്താ പറയുന്നത് പറഞ്ഞാൽ അവർക്ക് ആ പടം കണ്ടിട്ട് ഒരു 5 മിനിറ്റോളം അവരിയ്ക്കും. ഇരുന്നിട്ട് അവർക്കുള്ളിലൊരു ഭയങ്കര ഒരു ഭാരമാണ് ഇത്. അതിനുശേഷം ഇവർക്ക് പറയണമെന്നാണ്. എന്ന് മീൻസ് അത് ആരാണ് ഇതിൻ്റെ, ഇപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്, ഓക്കെ ഫ്രണ്ട്, അവൻ ബാക്കിലിരിക്കുന്നുണ്ട്. സോറി, ബിനോയിനെ പറ്റിയാണ് പറഞ്ഞത്, എൻ്റെ കസിനാണ്. അപ്പോൾ ബിനോയ് ഏതോ തിയേറ്ററിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ ആരോ പറഞ്ഞു ഇത് ബിനോയ് ബാഹുലിൻ്റെ ബ്രദറാണ്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ആൾക്കാരെല്ലാം ബിനോയിനെ ചുറ്റിപ്പറ്റി പറഞ്ഞിട്ട് അയ്യോ നല്ല പടം കേട്ടോ. അപ്പൊ ബിനോയ് പറയാണ് അതില് ഭയങ്കര സന്തോഷം. എന്താ പറഞ്ഞാൽ ഇതിന്റെ ആരോടെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്രസ് ചെയ്യാന്നുള്ള ആണ് അവർക്കുള്ള. എന്നെ രാത്രിയെല്ലാം വിളിച്ചിട്ട് ആൾക്കാരെ എന്നോട് വിളിക്കുക, എവിടെ കണ്ടോടോ എന്ത് പടാ നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര സന്തോഷം. ഒരു ട്രിവ്യൂ എന്താ വെച്ചാൽ ഒരു 5 ദിവസം മുന്നേ 2 o'clock ഷോകളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നല്ലോ വെളുപ്പിന്, എക്സ്ട്രാ ഷോ, സെക്കൻഡ് ഷോ, തേർഡ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ 2 മണി ഷോ കഴിഞ്ഞിട്ട് അത് കണ്ടിട്ട് വന്ന ഒരാള് ഉറപ്പായിട്ടും 2 മണി ഷോ കഴിഞ്ഞിട്ടുള്ള ആള് എന്തായാലും ഒരു 4:30 ആവേണ്ട വീട്ടിലെത്തില്ല. അതും കഴിഞ്ഞ് വന്ന് പുള്ളി കിടക്കുന്നതിന് മുന്നേ FB-യിൽ ഒരു റിവ്യൂ എഴുതിയിട്ടിട്ടാണ് പുള്ളി കിടക്കുന്നത്. ഇത് പേഴ്സണലി അറിയാത്ത ആളാട്ടോ. അപ്പൊ അത് ഞാൻ നെക്സ്റ്റ് ഡേ അത് വായിക്കണം. അപ്പൊ വായിക്കുമ്പോൾ ഏത് സമയത്താണ് ഇത് ഇട്ടതെന്നുള്ള രീതിയിലൊക്കെ പുള്ളി എഴുതിയിട്ടുണ്ട്, അത് കാണുകയും ചെയ്യാം. അപ്പൊ അതാണ് ആ സിനിമ കണ്ടിട്ട് വന്നിട്ട് ആ സമയത്ത് വെളുപ്പിന് 4:30 വീട്ടിലെത്തിയിട്ട് പുള്ളി കിടന്നുറങ്ങിയിട്ട് വന്ന് നാളെ എണീറ്റിട്ട് എന്തെങ്കിലും റിവ്യൂ എഴുതാന്ന് വിചാരിക്കില്ല. അപ്പൊ തന്നെ എഴുതിയിടാൻ പുള്ളി കാണിച്ചൊരു സന്മനസ്സും അതിനുവേണ്ടി പുള്ളി ഒരു സമയവും എഫേർട്ടും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുന്നില്ലേ. അതിന് ഗ്രാറ്റിറ്റ്യൂഡാണ് സത്യം പറഞ്ഞാൽ. അത് നമുക്ക് തരുന്ന പ്രോത്സാഹനമാണ്. ഭയങ്കര ഹോണസ്റ്റ് ജെനുവിൻ റിവ്യൂസ് ആണല്ലോ അതൊക്കെ. ഞാൻ തന്നെ ഇതേപോലെ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് കരയാണ്. കരഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നത് എന്താ സംഭവിച്ചത്, എനിക്ക് മനസ്സിലാകുന്നില്ല, അത് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ വിളിച്ചിട്ട് ചേട്ടാ ഞാൻ ചോദിക്കുന്നത് എന്താ ചേട്ടാ പടം കണ്ടു. അപ്പോൾ കരഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അത്രക്കും ഇൻറ്റൻസ് ആയിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു
നമ്മുടെ മൂവി അവർക്ക് ഉള്ളിൽ കയറിയിരിക്കുന്നത്. അതെ അതെ. ഇപ്പം ഇത് കണ്ട പ്രേക്ഷകരുടെ അനുഭവമാണ് അല്ലേ, പലർക്കും ഇതേ അനുഭവമാണ്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന റൈറ്റപ്സിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ആ ഫസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് തോന്നിയൊരു സാധനം ഉണ്ടല്ലോ, അതെന്തായിരുന്നു? അല്ല, സത്യം പറഞ്ഞാൽ ഞാൻ ബാലുനോട് ബാലു ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഇനി ഒരിക്കലും ഉണ്ടാവില്ല, അത്രയും ബെസ്റ്റ് സ്ക്രിപ്റ്റാണ് നീ എഴുതിയിരിക്കുന്നത്, ഇത് ഞാൻ തന്നെ ചെയ്യും, ഇതിൽ ഒരു മാറ്റവും വേറെ ആർക്കും കൊടുക്കരുത്. അതിനെ എന്താ പറയുക, നമുക്ക് ആ സമയത്ത് ഇത് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരില്ലേ, അത് അങ്ങനെയൊന്നും ഒരു സ്ക്രിപ്റ്റിൽ അങ്ങനെ ആ ഒരു എനർജി ഒന്നും കിട്ടാറില്ല. അതെന്തെങ്കിലും ഒരു ഓക്കെ എവിടെയെങ്കിലും ഒരു കണ്ടന്റ് ഒരു ഏരിയയിൽ ഓക്കെ ഇത് നന്നായിട്ടുണ്ട് ബാക്കി ശരിയാക്കണമെന്ന്, അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി റീവർക്ക് ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് ഇപ്പോൾ ഒരു പ്ലേസിൽ പോലും എടാ ഇത് മുഴച്ച് നിൽക്കുന്നുണ്ട്, ഇത് കുറച്ചേക്കാം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. എല്ലാ രീതിയിലും പെർഫെക്റ്റ് ഡീറ്റെയിൽ സ്ക്രിപ്റ്റായിരുന്നു ബാഹുൽ എനിക്ക് തന്നത്. അതും ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത്, 8 ദിവസം കൊണ്ട് എഴുതിയെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പലർക്കും എന്നോട് ചെയ്യാം അതെല്ലാം എങ്ങനെ പോസിബിൾ ആണോ 8 ദിവസം. പക്ഷേ പോസിബിൾ ആണെന്ന് കാണിച്ചെന്ന് എന്താ പറഞ്ഞാൽ എനിക്കറിയാം അതാണ് ട്രൂത്ത് എന്നുള്ളത്. 8 ദിവസം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണ്. ഈ സിനിമയുടെ നട്ടില് സ്ക്രിപ്റ്റ് ആണോ അല്ലെങ്കിൽ ഡയറക്ടർ ആണോ എന്നൊക്കെയുള്ള ചർച്ചകൾ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ പേഴ്സണലി എനിക്ക് സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നുമെങ്കിലും ഈ സ്ക്രിപ്റ്റ് ഡയറക്ടറുടെ സിനിമയാക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മേക്കിംഗ് എങ്ങനെ, അത് പറയുന്ന പേസ് എന്തായിരിക്കണം, ഈ തീരുമാനമൊക്കെ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതെങ്ങനെയാ വന്നത്? അല്ല, ഒന്നെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് നല്ല ഡീറ്റെയിൽ ആയിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഓക്കെ ബാഹുൽ റൈറ്റർ ആൻഡ് DOP ആയതുകൊണ്ടുള്ള ഒരു കണക്ഷൻ നമ്മൾക്കുള്ളിലുണ്ട്. ലൈക്ക് എനിക്കും ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന ഒരു കോംബോ ഭയങ്കര വേവ് ലെങ്തോ എന്തോന്നറിയില്ല, കറക്റ്റായിട്ട് മാച്ചാണ്. ഞാൻ പറയുന്നത് അവന് ഇഷ്ടപ്പെടാറുണ്ട്, അവൻ പറയുന്നത് ഞാനും ഇഷ്ടപ്പെടാറുണ്ട്. ആ അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇതുണ്ട്. അതുമാത്രമല്ല നമ്മൾ പല സീൻസും നമ്മൾ ആലോചിക്കുമ്പോൾ ഓക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ എല്ലാം ഒത്തുവരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കറക്റ്റായിട്ട് ഓക്കെ ബ്ലെൻഡ് ആവുന്ന. ഇപ്പം ആ ബ്ലെൻഡാണ് ശരിക്കും അവിടെ വർക്ക്ഔട്ട് ആയതെന്ന് തോന്നുന്നു പടത്തിൽ. പറഞ്ഞാൽ ഇല്ലെങ്കിൽ അത് ഭയങ്കര മിസ്മാച്ച് ആയിട്ട് തോന്നാം. ഇപ്പം ഞാൻ ടോട്ടലി കൺസീവ് ചെയ്തത് ഡിഫറെൻ്റ് ആണെങ്കിൽ അത് ടോട്ടലി ഡിഫറെൻ്റ് ഒരു പടമായിരിക്കാം. അത് എനിക്ക് തോന്നുന്നു ബാഹുലും ഞാനും ഇത്രയും ദിവസമുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പും എല്ലാം ബോണ്ടെല്ലാം കൊണ്ടായിരിക്കാം നമ്മൾ കറക്റ്റായിട്ട് അത് ബ്ലെൻഡായി. അതെ, ഇതിപ്പോൾ എഴുതുമ്പോൾ തന്നെ ഇന്നത്തെ കാലത്തെ ഇന്നത്തെ ജനറേഷൻ കൂടി സിനിമ കാണുമ്പം ലാഗ് എന്നുള്ള വാക്ക് ഭയങ്കര സിനിമാക്കാരെ പേടിപ്പിക്കുന്ന ഒരു വാക്കായിരിക്കും. കാരണം അവരത് പറയാനെടുക്കുന്ന ഒരു സ്പേസിനെയൊക്കെ ഏത് രീതിയിലും നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാം, പ്രത്യേകിച്ച് ലാഗ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തൊക്കെ ചെയ്യാം. അപ്പം ഈ സിനിമയുടെ പേസ് ഇതാണ്, ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊരു പേസിൽ നമുക്കിത് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അത് സെറ്റ് ചെയ്യുക എന്നുള്ളത് എഴുതി തുടങ്ങുന്ന മൊമെന്റിൽ തന്നെ അതേ പേസിലാണോ അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞ ശേഷം സിനിമ ആകാനുള്ള പ്രോസസ്സിലേക്ക് വന്നപ്പം തീരുമാനിച്ചാണോ? അല്ല, ഇത് അങ്ങനെ പ്രീ പ്ലാനോ പ്രീ ഡിറ്റർമൈൻഡ് ഒന്നും അല്ല. ഇതിൻ്റെ ഈ ഒരു ടെമ്പോയിൽ പോകാം എന്നുള്ളതൊന്നും അല്ല. ഞാൻ ജസ്റ്റ് സിറ്റുവേഷൻസ് എഴുതി പോവുക മാത്രമാണ് ചെയ്തേക്കുന്നത്. ഓരോ മൊമെൻറ്റുകൾ, ഓരോ സീൻ ആഫ്റ്റർ സീൻ അങ്ങനെ എഴുതി പോവുക മാത്രമാണ് ചെയ്തേക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഗ്രാമാറ്റിക്കലി ഇന്ന ഏരിയയിൽ ഇന്ന ടെമ്പോ ആണ് വേണ്ടത്, ഈ ഒരു ഏരിയ എത്തുമ്പോൾ ടെമ്പോ ഈ രീതിയിലായിരിക്കണം, ഈ ഒരു ഏരിയയിൽ ഉറപ്പായിട്ട് ടെമ്പോ ഇങ്ങനെ ആവാൻ പാടുള്ളൂ എന്നൊക്കെ രീതിയിലുള്ള റൂളുകൾ അല്ലെങ്കിൽ ജനറൽ അസംഷൻസിലുള്ള കാര്യങ്ങളെ കുറിച്ച് കാര്യമായിട്ട് ആലോചിച്ചില്ല, അതൊന്നും മനസ്സിൽ വെച്ചില്ല, അത്തരം കൺസേണുകൾ മനസ്സിൽ വെച്ചില്ല. എന്ത് തോന്നിയോ അതുപോലെ അങ്ങോട്ട് ചെയ്യാണ് ചെയ്തത്. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പറയായിരുന്നു, അതായത് നമ്മളിപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ അമ്മ ഇപ്പം നമ്മളെ വിളിച്ചിട്ട് ടാങ്ക് നിറഞ്ഞു മോട്ടോർ ഓഫ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മോട്ടോർ ഓഫ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ നടന്നിട്ടായിരിക്കും പോകും, അല്ലെങ്കിൽ കുറച്ചൊന്ന് വേഗത്തിൽ പോയി. നേരെ മറിച്ച് അതേ സ്ഥാനത്ത് എടാ അതേ അടുക്കളയിൽ പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോകും. അപ്പൊ ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ ആണ് നമ്മളെ ടെമ്പോ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് സ്ക്രിപ്റ്റിലും നടന്നേക്കണത്. സ്ക്രിപ്റ്റിന്റെ ഏത് പോർഷൻ ആണ് ഏത് സ്ഥലത്താണെന്നുള്ളതല്ല, അതാത് സിറ്റുവേഷൻ അനുസരിച്ച് ക്യാരക്ടേഴ്സ് പെട്ടെന്ന് മൂവ് ചെയ്യേണ്ടതോ പെട്ടെന്ന് ആക്ഷൻ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതോ ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളിൽ അത് പെട്ടെന്ന് സംഭവിക്കുന്നു. അതല്ലാതെ സ്വാഭാവികമായിട്ട് ആ സീനിൽ അവർ ഇന്ററാക്ട് ചെയ്യുന്നത് ഈ സ്പേസിലായിരിക്കും എന്നുള്ളത് തോന്നുന്ന സ്ഥലത്ത് അവർ അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു. സോ ഞാൻ ഈ ജനറൽ നോംസ് അനുസരിച്ചുള്ള അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല, അതും ഓർഗാനിക്കായി തന്നെ വന്നതാണോ? എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അറിയില്ല എന്നുള്ളതാണ് കാര്യം. നമ്മൾ ചെയ്യാത്ത പണിയായതുകൊണ്ട് എനിക്ക് ആ സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ റൂൾസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോക്കോൾ 3 ആക്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇന്ന ഘട്ടത്തിൽ ഇങ്ങനെ നടന്നിരിക്കണം എന്ന് പറയുന്ന നമ്മൾ ചാർട്ടും പരിപാടികളൊക്കെ ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ കാണുമല്ലോ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാനത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതൊരു പാരാമീറ്റർ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അത് ടിക്ക് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അതൊരു കൺസേൺ ആയിട്ട് മനസ്സിലാവും. ഇത് ഈ പറഞ്ഞ പോലെയൊക്കെ ഉണ്ടോ, ഇവിടെ എത്തിയല്ല, ഈ പറഞ്ഞ പോലെ ആയിരിക്കോ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ അങ്ങനെ കൺസേൺഡ് ആവും. കൺസേൺഡ് ആകുമ്പോൾ നമ്മളൊന്ന്
ഇത് ചെയ്യുന്നതന്നെ നമുക്കൊരു വെറുതെ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. സ്ക്രിപ്റ്റ് ആയിട്ട് വെറുതെ ടൈം പാസിന് എഴുതി നോക്കണം, ഇത് സിനിമയാക്കാന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. അപ്പൊ അത് ആ മൊമെന്റ് നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ഒരു ഫൺ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. നേരെ മറിച്ച് ഇത്രയും കൺസേണുകൾ ബാധ്യതകൾ മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം കിട്ടും. അപ്പോൾ സീക്കിംഗ് മനസ്സമാധാനമാണ് ഇത് കാര്യം. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പറയുകയും ചെയ്തു, എൻ്റെ ഈ മീറ്റർ ഇവാലുവേഷൻ അല്ലെങ്കിൽ ജഡ്ജ്മെന്റുകളൊക്കെ കേൾക്കും ഭയങ്കര സില്ലി ആയിട്ട് തോന്നും. അതായത് ഞാൻ മറ്റേ ഈ ഓട്ടോ സിനിമയില് കുതിരോട്ടം പപ്പിച്ചേട്ടന് ഓട്ടോയിൽ നിന്ന് ഒരു ബാഗ് കളഞ്ഞു കിട്ടും വിത്ത് ക്യാഷ്. പുള്ളി അതെടുത്തിട്ട് പുള്ളിയുടെ സ്വന്തം പടച്ചോ നമുക്ക് കാശ് തന്നു പറഞ്ഞിട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ആർക്കോ ജഗദീഷ് ചേട്ടനോ ആർക്കോ ഗണേഷ് ചേട്ടനാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു കെട്ടെടുത്തിട്ട് ഇത് 2000 കാണും എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിലാണ് ഞാൻ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ ഏകദേശം ഒരു 60 pages ഒക്കെ എത്തി. ഞാൻ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ എത്ര പേജായി ജസ്റ്റ് നോക്കുമ്പോൾ 60 pages ആയി. 60 ആയല്ലേ, അപ്പോൾ ഒരു 10-15 പേജുകൾക്കുള്ളിൽ ഇന്റർവെൽ ആക്കണമല്ലോ. അപ്പോഴാണ് ഇന്റർവെലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അടുത്ത 15 പേജസിനുള്ളിൽ ഇന്റർവെൽ എന്നുള്ള രീതിയിൽ വന്ന് നിർത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കാം. അത് തന്നെ സെക്കൻഡ് ഹാഫിൽ അതുപോലെ തന്നെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഇത് എത്രയാവോ നോക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോൾ 120 pages എന്നാണ്. 120 ആയിട്ടുള്ളൂ അല്ലേ, അപ്പൊ വേണമെങ്കിൽ ഒരു 10-40 പേജും കൂടെ തള്ളി നീക്കായിരിക്കും. ഈ രീതിയിൽ അല്ല ഇപ്പൊ ബാഹുല് ഇപ്പൊ സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ DOP ആയാലും അവന് അസിസ്റ്റന്റും ആരും ചെയ്തിട്ടില്ല. ഈവൻ ഞാനും അസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ രണ്ടുപേർക്കും എന്താന്ന് പറഞ്ഞാല് ഈ കറക്റ്റ് ഇപ്പോൾ ഒരു ഡയറക്ടറിനോട് അസിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ കുറേ ഇൻഫ്ലുവൻസ് നമുക്കിങ്ങനെ വീഴും. ഇപ്പോൾ DOP ആയാലും അങ്ങനത്തെ കാര്യം നമുക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്, എനിക്കും സത്യം പറഞ്ഞാൽ ആ അസിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്കുള്ള ഒരു നോളജ് ഉണ്ടല്ലോ, ഞാൻ പഠിച്ച കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, അത് ഞാനിങ്ങനെ കാണിക്കുക. അതേപോലെയാണ് ബാഹുലു. ഈവൻ റൈറ്റിങ്ങിലായാലും അവൻ അവൻ്റെതായിട്ടുള്ള ഒരു ഫോളോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക. ഈ അറിവില്ലായ്മയുടെ ഒരു ഗുണം അല്ലേ, അതിന്റെ ഒരു സത്യസന്ധത അതിലുണ്ടായിരുന്നു. അതെ. അതുപോലെ ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് എഴുതാൻ ശ്രമിക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓരോ 10 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം നമുക്കൊന്ന് ബാത്റൂം പോയിട്ട് വരാം, അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് വരാം, എന്നാലും ഒന്നും സംഭവിക്കില്ല, അങ്ങനെ തോന്നാനേ പാടില്ല. അത് നിലനിർത്തണം, ആ ക്യൂരിയോസിറ്റി നിലനിർത്തണം എന്നുള്ളത്. അത് അതേപടി പാലിക്കപ്പെട്ട ഒരു എഴുത്താണ് ഇതിൽ. പിന്നെ ഇതിലെനിക്ക് ആദ്യം ഇതിൽ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇംപ്രസ് ചെയ്ത സാധിച്ചാൽ ഇതെല്ലാം റിവീലിംഗ് ആണ്. അതായത് ഇപ്പം ആദ്യം ഒരു ആക്ട് നടക്കുന്നുണ്ടല്ലോ, ഈ ആസിഫ് അലിയുടെ അപർണയുടെ ആ ഒരു സംഭവം, അത് എന്താണെന്ന് പോലും റിവീൽ ചെയ്താ വരുന്നത്, ഒന്നും ഡയറക്റ്റായി പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര രസമായി തോന്നി. ആ തോട്ട് എങ്ങനെ വന്നേ? തോട്ടല്ല, എനിക്കും അങ്ങനെയുള്ള സിനിമകൾ അല്ലെങ്കിൽ ബുക്സ് വായിക്കുമ്പോൾ എല്ലാം ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് പേജിൽ തന്നെ ഒബ്വിയസ് ആയിട്ട് പറയുന്നതിനേക്കാളും പടിപടിയായിട്ട് എന്നെയും കൂടെ വായിക്കുമ്പോഴോ സിനിമ കാണുമ്പോഴോ അതിൽ എൻഗേജ്ഡ് ആയിട്ട് ഞാൻ തന്നെ അത് ഡീകോഡ് ചെയ്തെടുത്ത്, അല്ലെങ്കിൽ ആ വരികൾ ഈ വരികൾ തമ്മിലൊക്കെ കണക്ട് ചെയ്തെടുത്തിട്ടൊക്കെ ഡിഡക്ട് ചെയ്തെടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടം ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു എഴുതി തുടങ്ങിയപ്പോൾ ഇതൊരു ടൈം പാസിന് എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ആദ്യം അപ്പുപിള്ള എന്നൊരു ക്യാരക്ടറാണ് മനസ്സിൽ വന്നതല്ലേ? ഓക്കെ. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കായിരുന്നു ഇവിടെ ഒരു പോയട്രി എന്ന് പറഞ്ഞാൽ അവസാനം എന്തെന്ന് മനസ്സിൽ വെച്ചിട്ട് എഴുതുന്നതായിരിക്കില്ല, എഴുതിയത് ഡിസ്കവർ ചെയ്യുന്നതായിരിക്കണം എന്നുള്ളത്. എനിക്കൊന്ന് ആ ഒരു പ്രോസസ്സാണ് ഈ എഴുത്തിലും സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ അതിലേക്ക് ഈ ആർമി അല്ലെങ്കിൽ ഇയാൾക്കുണ്ടാകുന്ന ഒരു ആ പ്രത്യേക അവസ്ഥ, ഇയാളുടെ ഒരു പ്രകൃതം, ഇതൊക്കെ ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളത്, അത് പ്രോപ്പറായി കിട്ടുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു വിജയം. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇത്ര ഓർഗാനിക് ആയത് വരുമോ, അല്ല അതിന്റെ പിന്നിലെ എഫേർട്ട് എന്താണ് എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്താ അത്? ജനറലൈസ് ചെയ്ത് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഹെൽപ്പായെന്ന് വെച്ചാൽ ഞാൻ അധികം ആലോചിക്കാറില്ല, ചിന്തിക്കാറില്ല ഇത് എങ്ങനെയായിരിക്കും, ഇത് നമ്മൾ അങ്ങോട്ട് കണക്ട് ആവുമോ, ഇത് കറക്റ്റ് ആയിരിക്കും, ഇത് അങ്ങനെ ചിന്തിക്കാറില്ല. എഴുതി നോക്കാം, എന്നിട്ട് കറക്റ്റ് ആയില്ലേ നമുക്കത് ഡിലീറ്റ് ചെയ്താൽ പോരെ, ആരും കാണാൻ പോകുന്നില്ലല്ലോ, ആരെയും ബോധിപ്പിക്കാറില്ലല്ലോ എന്ന് പറയുന്ന ഒരു അങ്ങനെയുള്ളൊരു ഫ്രീഡം ഉണ്ടല്ലോ. പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞ ആർമി ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കോയിൻസിഡൻ്റലി വന്നു ചേരുന്നതാണ്, അതൊന്നും ആദ്യമേ പ്ലാൻഡ് അല്ല. ഇപ്പോൾ ഈ അപ്പുപിള്ള ഒറിജിൻ എന്ന് പറയുമ്പോഴും അപ്പോഴായാലും ഒരു റിട്ടയർഡ് ആർമി ഓഫീസറാണെന്നുള്ള രീതിയിലൊന്നും പ്രിപ്പയർഡ് അല്ല. നമ്മൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ പോലീസുകാരുണ്ട്. അപ്പോൾ SI അപ്പുപിള്ളയെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാണ്. അപ്പോൾ ആ ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് SIയെ കൊണ്ട് എന്തെങ്കിലും ഒരു ഡയലോഗ് ചോദിപ്പിക്കണം. അപ്പോൾ ആ ഡയലോഗ് ചോദിക്കുന്നത് ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആവരുത്, കുറച്ചും കൂടി കാഷ്വൽ ആയിട്ട് തോന്നിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു പൺ ഉള്ളൊരു വേർഡൊക്കെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും വായിക്കാവോ എന്ന് നോക്കുമ്പോൾ ഒരു വള്ളിക്കെട്ട് എന്നുള്ള രീതിയിലൊരു വാക്കൊക്കെ പ്രയോഗിച്ചിട്ട് ഒരു പ്രായമുള്ള ഒരാളുടെ അടുത്ത് ഒരു SI വള്ളിക്കെട്ട് എന്നൊക്കെ പ്രയോഗിച്ചിട്ട് വളരെ കാഷ്വൽ, അന്ന് ഒഫൻഡ് ഭയങ്കര ഒഫൻസീവായിട്ട് സൗണ്ട് ചെയ്യുകയും ചെയ്യരുത്. ഐ മീൻ ഇൻ ടേംസ് ഓഫ് മോഡുലേഷൻ.
അപ്പോൾ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ആർമി ഓഫീസറായിരുന്ന ഒരാൾക്ക് ഇതിന്റെ വള്ളിക്കെട്ടൊക്കെ അറിയേണ്ടതല്ലേ എന്ന് പറയുന്ന രീതിയിലാക്കിയപ്പോൾ എന്തോ ആ സെന്റൻസിന്റെ സിൻടാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയാം. എനിക്ക് എന്തൊരു താല്പര്യം തോന്നി. അപ്പൊ ആ ഫോർ ദ സേക്ക് ഓഫ് ദാറ്റ് സെന്റൻസ് ബിൽഡിംഗ് ആണ് അതിൽ ആർമി ഓഫീസർ എന്ന് എഴുതി വെച്ചത്. ഓക്കെ. അപ്പൊ പിന്നീട് അത് അവിടെ നിന്ന് അങ്ങോട്ട് ക്യാരി ചെയ്തു. ശരി, എന്തായാലും ഇങ്ങനെ എഴുതി എന്നാൽ പിന്നെ ആർമി ഓഫീസർ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോവാം. അപ്പൊ ഈ പറഞ്ഞാല് ഓക്കെ ഈ ഗൺ കാര്യങ്ങളൊക്കെ അതിനും കുറച്ചും കൂടെ ഓക്കെ ഇയാൾ കയ്യിൽ വെച്ചു എന്ന് പറയുന്നതിനൊക്കെ ഓക്കെ അയാളുടെ ഒരു ബാക്ക് ഡ്രോപ്പും കൂടി അതിലേക്ക് ഒരു ലെയേഴ്സ് ആഡ് ചെയ്യുന്നുണ്ടാവാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. അപ്പുപ്പള്ളിയുടെ ഒരു കഥാപാത്രം അയാൾക്ക് ഉള്ളിൽ തന്നെ ഭയങ്കരമായ കോൺട്രഡിക്ഷൻ ഉണ്ട്. അപ്പം അയാൾ ഒരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും പക്ഷെ പിന്നെ അത് ചെയ്യാൻ പറ്റാതെ വരുന്ന അയാളെ കൊണ്ട് എത്തിക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അപ്പൊ ഇത് ഒരു മേക്കിങ്ങിലേക്ക് ഒരുമാതിരി ഒരു ഡിസൈൻ ആലോചിച്ചത് എങ്ങനെയായിരുന്നു? അല്ല, അത് സംഭവം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഡീറ്റെയിലിംഗ് സ്ക്രിപ്റ്റാണ്. ഇപ്പം നമ്മൾക്ക് ക്യാരക്ടറിൻ്റെ ഓരോ കാര്യങ്ങളും അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ നമുക്കുള്ള ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അപ്പുപ്പിള്ള എത്രത്തോളം ഇത് കാണിക്കണം എന്ന് പറഞ്ഞാൽ അത് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മനസ്സിലാവാൻ പാടില്ല. അപ്പോൾ ഒരു ഘട്ടത്തിൽ എത്തിയതിന് ശേഷമാണ് ഇയാൾ ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഓഡിയൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഏരിയ വരെ നമ്മൾ പിടിച്ചു നിൽക്കണം. അയാളുടെ അത് ഒരു ആ മീറ്ററിൽ നമ്മൾ പോകാൻ പാടില്ല എന്നുള്ള നമുക്ക് ഭയങ്കര കൺസേൺ ഉണ്ട്. എന്താ പറഞ്ഞാൽ ആ മീറ്റർ പോയി കഴിഞ്ഞാൽ ഇത് ആൾക്കാർക്ക് മനസ്സിലാവും സംതിങ് റോങ്, അല്ലെങ്കിൽ അയാൾ പോകുന്നത് എന്തോ സംതിങ് അവർക്കൊരു സംശയം. നമ്മൾ വേറെ രീതിയിൽ ആൾക്കാരെ പിടിച്ചിരുത്തിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ചാലഞ്ച് നമ്മൾ കറക്റ്റ് ആ മീറ്ററിൽ കുട്ടേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഇത്രയും ടാലന്റഡ് ആക്ടറെ നമ്മൾ മുന്നിൽ കിട്ടിയിരിക്കുക. അപ്പം നമുക്ക് കൂടുതൽ പറഞ്ഞ് ഓക്കെ കുട്ടേട്ട ഇങ്ങനെയാണ് വേണ്ട ഇതേ രീതി അതൊന്നും വേണ്ട ആവശ്യം വന്നിട്ടില്ല. ഓൺലി തിങ് ഈസ് ഓക്കെ കുട്ടേട്ടൻ ചെയ്തു. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് ഓക്കെ കുട്ടേട്ട ഇത് വന്നു കഴിഞ്ഞാൽ ചില സമയം എന്താ പറഞ്ഞാൽ കണ്ടിന്യൂസ് സീനല്ലല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ലൈക്ക് ഒരു സീൻ കഴിഞ്ഞാൽ ചില സമയം വേറൊരു ഒരു 40 സീൻ കഴിഞ്ഞിട്ടുള്ള ഒരു സീനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ക്രോണോളജി അല്ലാത്തത് കൊണ്ട് ചില സ്ഥലങ്ങളിൽ ആ മീറ്റർ തെറ്റിപ്പോവാം, ചെറിയ രീതിയിൽ തെറ്റിപ്പോവാം. അപ്പം തന്നെ നമ്മൾ അത് കൺസേൺ ആയിട്ട് ഓക്കെ കുട്ടിട്ട ഇതിങ്ങനെയാണ് മനസ്സിലാക്കി ഓക്കെ റെഡി. ഇപ്പോൾ ഈ സിനിമ കഴിഞ്ഞ് പലരും എഴുതി ഹീസ് എ റിയൽ ഗോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിജയരാഘവൻ സാറിന്. അപ്പം പുള്ളി ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പുള്ളിയോട് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുക, ഇതാണ് കഥാപാത്രം എന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ പുള്ളിയുടേതായ ഒരു ഹോംവർക്കും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാ നിങ്ങൾ പറഞ്ഞൊരു സാധനം പറഞ്ഞു കൊടുത്ത ഒരു എക്സ്പ്ലെയിൻ ചെയ്തൊരു സാധനം ഉണ്ടാവും, പക്ഷെ പുള്ളി അത് പ്രിപ്പയർ ആയി വന്നൊരു ക്യാരക്ടറായി നിൽക്കുമ്പോൾ ഉള്ള നിങ്ങളുടെ അനുഭവം ഉണ്ടല്ലോ, അതെന്ന് പറയോ? കുട്ടേട്ടന് പറഞ്ഞ പോലെ നമ്മൾ സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്തു, ദെൻ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുത്തു. പിന്നെ ഈ ഷൂട്ടിന്റെ ഇടയിലുള്ള ഇന്റർവെൽസ്, റെഗുലർ ഇന്റർവെൽസിൽ പുള്ളി കൃത്യമായിട്ട് ഞങ്ങൾ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് നമുക്കത് ഇങ്ങനെ ചെയ്താലോ, ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെയുള്ള ഒരു മാനറിസം പിടിച്ചാൽ ചിലപ്പോൾ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിൽ സംസാരിക്കാൻ പുള്ളി അഭിനയിച്ച് കാണിക്കും, അല്ലെങ്കിൽ സംസാരിച്ച് കാണിക്കും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുണ്ട് പുള്ളി ഈ സമയത്തൊക്കെ വേറെ പടങ്ങളുടെ ഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ, കുട്ടേട്ടന് വേറെ സിനിമ ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ പുള്ളി ഈ ക്യാരക്ടറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും പുള്ളി ആലോചിക്കുന്നുണ്ട് പറയുന്നത് നമുക്ക് ഭയങ്കര റിവാർഡിങ് അല്ലേ. നമ്മുടെ ആണെങ്കിൽ ഷൂട്ടിങ് കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഷൂട്ടിങ്ങിന് തുടങ്ങാനും പോകുന്നത്. അതും പെട്ടെന്നൊരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഷൂട്ടിങ് ഒരു നിശ്ചയിച്ചിരുന്ന ദിവസം തുടങ്ങാൻ പറ്റാതെ പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് തുടങ്ങാനും പോലും പറ്റിയത്. ഈവൻ ആ സമയത്ത് പോലും കുട്ടേട്ടൻ റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ വിളിച്ച് സംസാരിച്ച് ഇങ്ങനെയാക്കാം എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ പുള്ളിയുടെ ഹോംവർക്ക്. അത് ഇൻവോൾവ്മെന്റ് എന്താ പറഞ്ഞാൽ എന്നെ തന്നെ എത്ര പ്രാവശ്യം ഈ ക്യാരക്ടർ സ്കെച്ച് വേണമെന്ന് പറഞ്ഞിട്ട് സ്കെച്ചായോ എന്ന് ചോദിക്കും. ഞാൻ ചോദിക്കും കുട്ടേട്ടാ വരച്ചോണ്ടിരിക്കുക, ഇത് തുടങ്ങിയിട്ട് പോലും ഇല്ല, വരച്ചോണ്ടിരിക്കുക. അവൻ കുറച്ച് ഡീറ്റെയിലിംഗ് പിന്നെ കുറച്ച് ഒരു 2 ആഴ്ചയായിട്ട് എന്തായി സ്കെച്ചായോ? ഞാൻ പറയില്ല കുട്ടേട്ട ആയിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഞാൻ ഇങ്ങനെയല്ലോ ഒരു സ്കെച്ച് ഉണ്ടാക്കി കാണിച്ചിട്ടു, എനിക്കറിയാം അത് കറക്റ്റ് അല്ല എന്ന്. പക്ഷേ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഓക്കെ ഒരു ക്യാരക്ടർ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെയെല്ലാം വേണം എന്നുള്ളൊരു രൂപമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് റെഫറൻസും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്തെല്ലോ വരച്ചിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് കാണിച്ചു. അപ്പം പറഞ്ഞ് എടാ അതിൽ കുറച്ചും കൂടി ഞാൻ ഓക്കെ കുട്ടേട്ട. അപ്പോൾ കുട്ടേട്ടൻ്റെ ഇൻവോൾവ്മെന്റ് ഭയങ്കര എന്താണ്, ഈവൻ ഹെയറിൻ്റെ ആയാലും കൂടെ ഞാൻ മീശ കുറച്ചും കൂടിയും ഷോർട്ടായിട്ടായിരുന്നു സ്കെച്ച് ചെയ്ത്. അപ്പോൾ പറഞ്ഞു ഇത്ര ഷോർട്ട് വേണ്ട, കുറച്ച് ഇതാക്കി, പക്ഷെ ഇവിടെ കയറാൻ പാടില്ല, ഇത് ഈ ചുണ്ടിന്റെ ഇപ്പുറത്തേക്ക് കയറാൻ പാടില്ല, അതെല്ലാം
അത്രയും ഡീറ്റെയിൽ മൂപ്പര് മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഭയങ്കര ഷോർട്ടായിരുന്നു, ഈ ഓക്കെ കുറച്ചും കൂടി ഷോർട്ടായിട്ട് വെച്ചത്. മൂപ്പര് അത്ര ഷോർട്ട് വന്ന് ഭയങ്കര ഒരു കോമിക് ക്യാരക്ടറായി പോകും. അതിനൊക്കെ നമുക്ക് ഇവിടെ കട്ടാവണം. അപ്പൊ അത്രയ്ക്കും മൂപ്പര് ഇൻവോൾവ് ആയിരുന്ന ഡീറ്റെയിൽ, അത്രയും മൂപ്പര് അതില്. ഇടയ്ക്ക് രാത്രി വീഡിയോ കോൾ വിളിച്ചൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ 11 സമയത്തൊക്കെ പെട്ടെന്ന് വീഡിയോ കോളൊക്കെ വിളിക്കുന്നത്. ഞാൻ നോക്കി നമുക്ക് ഇങ്ങനെ ആക്കാം, ഇവിടെ കാണുന്നുണ്ടോ അതെ ഇവിടം വരെ ആയിരിക്കും ഇങ്ങനെ, എന്നിട്ട് നമുക്ക് അത് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ലൈവായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ. എനിക്കിത് സിനിമ കണ്ടപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് ഇപ്പം നമ്മൾ അസർ ഫർഹാദിയുടെ ഒക്കെ സിനിമ കാണുന്ന നമ്മളുടെ ആ ഒരു ശീലം, അത് ഇപ്പൊ ഒരുപാട് പേര് മലയാളത്തിൽ അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കോപ്പി അടിച്ചോ അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയോ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. പക്ഷെ അയാളുടെ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, അത് ഓരോ സിനിമയിൽ അയാൾ ഒരുപാട് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എല്ലാ സിനിമ കാണുമ്പോഴും നമ്മൾ അത് ഭയങ്കരമായിട്ട് കൗതുകപ്പെടുന്ന സാധനമാണ്. ഇത് വളരെ വിജയകരമായി ഈ സിനിമയിൽ എനിക്ക് കാണാൻ പറ്റി. അത് നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ഒരു റെഫറൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നി. അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല. ഒന്ന് പുള്ളിയുടെ പടങ്ങള് ഫെസ്റ്റിവലിനൊക്കെ പോയപ്പോ ഒന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ അധികം അങ്ങനെ ഒത്തിരി പടങ്ങൾ കാണുന്ന ആളൊന്നും അല്ല. എസ്പെഷ്യലി ഫോറിൻ മൂവീസ് ഒന്നും അങ്ങനെ ഒത്തിരി കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ആരെങ്കിലും പക്ഷെ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുമ്പോൾ അത് കാണും. ഇത് നീ ഇത് കാണേണ്ട പടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാറാണുള്ളത്. പക്ഷെ കണ്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണെങ്കിൽ അത് റിപ്പീറ്റഡ്ലി കാണുകയും ചെയ്യും. അത് അഡിക്റ്റ് ആയിട്ട് അത് എത്ര തവണ കണ്ടാലും മതിയാക്കാത്ത രീതിയിൽ കാണുകയും ചെയ്യും. പ്രസ്റ്റീജ് ആ രീതിയിലുള്ള സിനിമയാണ്, ഇൻഡസ്ട്രിയർ ആ രീതിയിലുള്ള സിനിമയാണ്. അങ്ങനെ അഡിക്റ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ പറഞ്ഞ എനിക്ക് ഇപ്പോൾ ഈ പ്രസ്റ്റീജ് ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇൻസ്പയർഡായ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലൈഫ് ചേഞ്ചിങ് അങ്ങനെയൊന്നും പറയുന്നില്ല, ഗ്ലോറിഫൈ ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും ഒരു ഭയങ്കര കൗതുകം. ഒരു ഫിലിം മേക്കർ ആ പടത്തിൽ ഇടുന്ന ഒരു എഫേർട്ട് കണ്ടിട്ട് നമുക്ക് അതിനോട് തോന്നുന്നൊരു ഇഷ്ടമുണ്ടാവും. ഒരു 2 മണിക്കൂർ പടത്തിൽ അയാളുടെ എല്ലാം ചങ്കും പറിച്ച് എല്ലാ അവയവങ്ങളും കൊടുത്ത് ചോരയും പിഴിഞ്ഞൊഴിച്ചിട്ട് കൊടുക്കാവുന്നതെല്ലാം ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ട് ഒരു ഫിലിം മേക്കർ ഒരു പടത്തിന് വേണ്ടി അത്രയും കൊടുത്തിട്ടുണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഡെഡിക്കേഷൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അല്ലെങ്കിൽ അതിലത്തെ ഒരു പർട്ടിക്കുലർ ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ ഇൻസ്പയർ ചെയ്തു എന്നല്ല പറയുന്നത്. അപ്പൊ ആ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ, ഇത്രയൊക്കെ കൊടുക്കുമോ എന്നാ അങ്ങനെ എന്നുള്ള രീതിയിൽ. അപ്പൊ അത് എൻ്റെ ഒരു സുഹൃത്ത് വിവേക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്നൊരു വിവേകാണ്. അവനാണ് എന്നെ നിർബന്ധിച്ച് എടാ നീ ഇത് കാണ് എന്ന് പറഞ്ഞു. എനിക്ക് ഈ പ്രസ്റ്റീജിന്റെ സസ്പെൻസ് നേരത്തെ അറിയായിരുന്നു. 2006-2007 സമയത്ത് തന്നെ അപ്പൊ അന്നും ഞാൻ ഇംഗ്ലീഷ് മൂവീസ് ഒന്നും അധികം കാണാറില്ല. പക്ഷെ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ഒരു പരിപാടിയാണ്, മെജീഷ്യന്റെ പരിപാടിയാണ്, അതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ട്വിസ്റ്റൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഡിഗ്രി ഒക്കെ പഠിക്കാൻ പോയ സമയത്ത് ഇതിന്റെ കുറിച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ പോലും എനിക്കിത് കാണാൻ തോന്നില്ല, കാരണം ഓൾറെഡി സസ്പെൻസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ കാണുന്നത് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോഴാണ് ഒരു 2015 സമയത്താണ് വിവേക് എൻ്റെ അടുത്ത് വീണ്ടും നീ അത് കണ്ടില്ലേ കാണണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇല്ലടാ, എനിക്ക് എൻ്റെ സസ്പെൻസും കഥയൊക്കെ അറിയാം, പിന്നെ അത് കണ്ട് ഇപ്പം കാണുന്നത് അതല്ല, സസ്പെൻസ് അറിഞ്ഞു കഴിഞ്ഞിട്ട് നീ കാണുമ്പോഴാണ് നീ അതിലത്തെ പരിപാടികൾ മൊത്തം നീ ശ്രദ്ധിക്കാൻ പോണേ, ട്രസ്റ്റ് മീ ഇത് നിന്റെ ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ അവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളുടെ കോളേജിലത്തെ ഓഡിയോ വീഡിയോ AV തിയേറ്റർ ഉണ്ടാവില്ല, പ്രിവ്യൂ തിയേറ്റർ ഉണ്ടാവില്ല, അവിടെ ചെന്നിരുന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം 5:30 അവൻ എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടിരുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കണ്ടതായിരുന്നു പ്രസ്റ്റീജ്. അതിനുശേഷം ഞാനിപ്പോ എനിക്കറിയില്ല എണ്ണമില്ലാത്ത അത്രയും തവണ പ്രസ്റ്റീജ് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രസ്റ്റീജ് കാണും. ഓക്കെ, ഇപ്പം മലയാളത്തിലേക്ക് വന്ന് എനിക്ക് തോന്നുന്നു മണിച്ചിത്രത്താഴിന്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയാണ്. ഇപ്പൊ നമുക്കറിയാം എന്താ സംഭവിക്കുന്നത്, പക്ഷെ ഓരോ വാച്ചിലും നമ്മൾ ഓരോ കഥാപാത്രത്തിന്റെ അവരെങ്ങനെയാണ് അവിടെ ബിഹേവ് ചെയ്യുന്നത്, അത് എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ആവുന്നത് എന്നൊക്കെ ചിന്തിക്കും. ഇപ്പം ഈ സിനിമ കണ്ടവരും ഒരു മെജോറിറ്റി പറയുന്നുണ്ട് ഫസ്റ്റ് വാച്ചിലൊക്കെ നമ്മളിതിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കാണും, പക്ഷെ സെക്കൻഡ് വാച്ചിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, അപ്പം അവരാദ്യം ഇതൊക്കെ ജസ്റ്റിസ് പുലർത്തിയിട്ടാണോ ഓരോന്ന് ചെയ്തത് എന്നുള്ളൊരു വാച്ചിങ് കൂടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, അത് പല ആൾക്കാരും എനിക്കിപ്പോൾ വാട്സപ്പ് മെസ്സേജ് വരുന്നത് ചേട്ടാ ഞാൻ 2ാമത്തെ പ്രാവശ്യം കണ്ടു, ചേട്ടാ 3ാമത്തെ പ്രാവശ്യം കണ്ടു. അപ്പോൾ അതിൽ തന്നെ അവർ പറയുന്നത് പറഞ്ഞാൽ 2ാമത്തെ പ്രാവശ്യം കാണുമ്പോൾ ഇതൊരു വേറൊരു മൂവിയായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്താ പറഞ്ഞാൽ ഓരോ ക്യാരക്ടറും എന്തിനിത് ചെയ്തു എന്നുള്ള ഇപ്പൊ അവർക്കെല്ലാം അറിയാം. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൗതുകം കൂടെ പറഞ്ഞോട്ടെ, മിനിഞ്ഞാന്ന് കണ്ടതാണ് യൂട്യൂബില് നമ്മുടെ ഫസ്റ്റ് ഡേ റിലീസായ സമയത്ത് റിവ്യൂ ചെയ്തൊരു വ്ളോഗർ FRK വ്ളോഗ്സ് അങ്ങനെ എന്തോ അടുത്ത് തോന്നുന്നു, പേര് തെറ്റടങ്ങിയ ബ്രദർ ക്ഷമിക്കണം. പുള്ളി കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് വീണ്ടും പോയി കണ്ടിട്ട് കിഷ്കിന്ധാകാന്ഡം സെക്കൻഡ് ടൈം വാച്ച് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് അഗൈൻ ഒരു 10 മിനിറ്റ്സിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി ആയിരിക്കും. ഞാനിതുവരെ കണ്ടിട്ട് ഡീറ്റെയിൽ റിവ്യൂ അഗൈൻ 10 മിനിറ്റ്സ് റിവ്യൂ. അല്ലാതെ ചുമ്മാ ഞാൻ വീണ്ടും കണ്ടു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലോ, 10 മിനിറ്റ്സ് റിവ്യൂ അഗൈൻ. അത് ഭയങ്കര കൗതുകം റിവാർഡിങ് ആയിരുന്നു.
അപർണയ്ക്ക് കുറെ ക്ലാരിഫിക്കേഷൻ പല ഘട്ടങ്ങളിലും കിട്ടുകയാണ്, അങ്ങനെയാണ് പ്രേക്ഷകർക്കും കിട്ടുന്നത്. പക്ഷെ അത് അതായത് അത് കുറച്ച് ഈസി വേ ഔട്ട് ആണോ എന്നൊരു സംശയം തോന്നിയിരുന്നോ? അതിപ്പോൾ ഈ പറഞ്ഞ പോലെ 2-3 വട്ടം വാച്ച് ചെയ്ത് കഴിയുമ്പോഴാട്ടോ ഇങ്ങനെ ഓരോ സംശയങ്ങൾ വരുന്നത്. കാരണം ആ പറയുന്ന ആൾക്ക് ഇതറിയാം എന്നുള്ളത് വരുമ്പം ഓ അങ്ങനെ അത് കുറച്ചുകൂടി ഈസി അല്ലേ, അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു ഡൗട്ട് അവശേഷിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള സംശയങ്ങൾ എനിക്ക് തോന്നി. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഈ ആലോചന എന്ന് പറയുന്ന പരിപാടി ഇല്ല. എഴുതി കഴിഞ്ഞിട്ട് പോലും ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് പോലും ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് ഞാൻ വായിച്ചിട്ടില്ല. ഇതെങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ കിടപ്പ് എന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, അത് ചെയ്ത് പോകുമ്പോൾ ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട് ആ സീനിൽ എന്താ പറഞ്ഞേക്കണേ, അതിന് കണക്കായിട്ടുള്ള ഡയലോഗ് തന്നെയാണല്ലോ ഇവിടെ പറയുന്നത് എന്നുള്ള രീതിയിൽ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ആ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിൽ ബാക്ക് ആൻഡ് ഫോർത്ത് പോയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഫുള്ളായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. എനിക്കത് ഒരാൾക്ക് കൊടുത്തിട്ട് വായിക്കാൻ കൊടുത്തിട്ട് അവരുടെ കേൾക്കണ അഭിപ്രായം കേൾക്കുക എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ചൂണ്ടിക്കാട്ടട്ടെ ഫസ്റ്റ് ടൈം. ഞാൻ തന്നെ ഇത് കണ്ടുപിടിച്ച് ഐഡന്റിഫൈ ചെയ്ത് ഇത് പ്രശ്നമാണെന്ന് ഞാൻ വിചാരിച്ച് ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതാണെന്ന് ഞാൻ തന്നെ അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിച്ച് മേ ബി അതർ വേർഷൻ ചിലപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആണെന്ന് നമ്മൾ ആരും അറിയാണ്ട് പോയില്ലേ. അതിനേക്കാളും നല്ലത് ഒരാൾ വായിച്ചിട്ട് അവരെ കറക്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവർ പറഞ്ഞു തരട്ടെ. ഇനി അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്താ ഹാപ്പി, ആസിറ്റീസ് ഓക്കെ ആണല്ലേ, ഓക്കെ എന്നുള്ള രീതിയിൽ. ഇതിലിപ്പോ ഒരു ക്ലോഷർ ഉണ്ട് എന്ന് വെച്ചാൽ എന്താ സംഭവിച്ചതെന്നുള്ളൊരു ക്ലോഷർ ഉണ്ട്. പക്ഷെ ഇപ്പൊ പലയിടത്തും നമ്മൾ കാണാറ് ഒരു സീക്വലിലേക്കൊക്കെ വഴി വെച്ചിട്ടാണ് പല സിനിമയും എൻഡ് ചെയ്യുന്നത്. ചിലപ്പോൾ പലരും പറയും നല്ലൊരു ക്ലൈമാക്സ് കിട്ടാത്തതുകൊണ്ട് ഉള്ളൊരു എസ്കേപ്പിസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിലൊരു ക്യൂരിയോസിറ്റി നിലനിർത്തുന്നതാണ്. അപ്പം ആ രീതിയിലേക്ക് ഒന്നും നിങ്ങൾ ചിന്തിച്ചില്ല അല്ലേ? ഇത് തുടങ്ങി അവസാനിപ്പിക്കണം എന്നുള്ള ചിന്ത തന്നെ ഉണ്ടായിരുന്നു അല്ലേ? തുടങ്ങുമ്പോൾ ഇത് അവസാനിക്കും ഇല്ലയോ എന്ന് അറിയില്ല. അതാ ഞാൻ അഗൈൻ പറയുന്നത്, തുടങ്ങുമ്പോൾ ഇത് അവസാനിപ്പിക്കാൻ പറ്റുമല്ലോ എന്നൊന്നും അറിയില്ല. അവസാനിപ്പിച്ചാൽ അവസാനിക്കട്ടെ എന്നുള്ള രീതിയിലാണ് എഴുതി പോണേ. തീർന്നപ്പോ അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. എല്ലാരും ചോദിച്ചോണ്ടിരിക്കുക ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടോ? ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ആലോചനയില്ല, അതോ വേണ്ടെന്നാണ്? അതോ അല്ല, എനിക്ക് അറിഞ്ഞൂടാ ഓണസ്റ്റ്ലി, അതിനെ കുറിച്ച് ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. ഇപ്പം ഈ ഇതിന്റെ സൗണ്ട് ഡിസൈൻ അതുപോലെ തന്നെ മ്യൂസിക് കേട്ടോ, ഇപ്പം നമ്മൾ ഇൻഡസ്ട്രിയലാറും ഡാർക്ക് ഒക്കെ കണ്ട് നമുക്ക് എവിടെയോ അടിക്കുമെങ്കിലും പുള്ളി തന്നെ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു പുള്ളിക്ക് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒരുപാടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മ്യൂസിക് സിനിമയെ ഇഷ്ടപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലേ? പല ഇടങ്ങളിലും പ്രേക്ഷകർ അത് കണ്ടിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതിലൊക്കെ നിങ്ങളുടെ ടേക്ക്, നിങ്ങളുടെ ഡിസ്കഷനൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, അതന്നെ മുജീബ് ബാഹുലായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ ബാഹുലാണ് എന്നോട് പറയുന്നത് ഓക്കെ മുജീബ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ നമുക്ക് തിങ്കളാഴ്ച നിശ്ചയം ചെയ്തത്. തിങ്കളാഴ്ച നിശ്ചയം ചെയ്തത് തന്നെ കേട്ടപ്പോഴും ഓക്കെ ഫൈൻ, നമുക്ക് എന്തായാലും. അപ്പോൾ പിന്നെ നമുക്ക് ഒരു ഭയങ്കര റാപ്പ് 3 പേരും ഉണ്ടായിരുന്നല്ലേ. എന്താ റെഫറൻസ് എന്തായിരിക്കും? റെഫറൻസ് അല്ല, നമ്മൾ ഒബിയസ് ആയിട്ട് കുറച്ച് ക്യൂകൾ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ സിനിമയുടെ രീതിശാസ്ത്രം വെച്ചിട്ട് ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഷോട്ടിൽ ഈ മൊമെന്റിൽ ഇന്ന ടൈപ്പ് ഓഫ് സ്കോർ ആണ് വേണ്ടതെന്നാണ് നമുക്ക് ഗട്ട് ഫീലിംഗ് തോന്നുന്നത്. അല്ലെങ്കിൽ ഒബിയസ് ഫസ്റ്റ് ചോയ്സ് എങ്കിൽ അത് ചെയ്യരുത്. അതല്ലാതെ വേറെ എന്തെങ്കിലും കോൺട്രാസ്റ്റ് ചെയ്യുക, അതിന് ചേരാത്ത സിറ്റുവേഷൻ, ചേരാത്ത ടൈപ്പ് മ്യൂസിക് വേണമെങ്കിൽ ആലോചിച്ചോ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ ഞെട്ടിക്കണ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരു ഷോക്ക് ഇൻഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്ന രീതിയിലുള്ള മൊമെന്റുകൾ ഉണ്ടെങ്കിൽ ഷോക്ക് ഇൻഡ്യൂസ് ചെയ്യണ്ട, പ്ലേറ്റ് സൈലന്റ്ലി. അല്ലെങ്കിൽ നമ്മൾ ഓവർ ഇമോഷണൽ ആയിട്ട് ആരെങ്കിലും ഒരാൾ ഡയലോഗ് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമല്ലോ. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ പറമ്പിൽ റേഡിയോ കാണുന്ന സീനിന്റെ ടുവേർഡ്സ് എൻഡിൽ അജയൻ ഇങ്ങനെ വേറെയും നോക്കിയാൽ മുകളിലൊക്കെ കാണും കുറെ പാവളും ടോയ്സും എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അവിടെ ഒരു മെലഡി സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് അങ്ങനെ സെന്റിമെന്റൽ ആക്കാൻ പറ്റും. അപ്പൊ അത് വേണ്ടെന്നുള്ള തീരുമാനം വേണ്ട, അതെല്ലാരും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ചെയ്യണ്ട, നമുക്കത് ബ്ലാങ്ക് ആയിട്ട് വിടാം. ഞാനിപ്പോ 1-2 സ്ഥലത്ത് പറഞ്ഞു. ഇപ്പൊ ക്ലൈമാക്സിന്റെ ഏരിയ അജയനും അപ്പുപിള്ളയും നമ്മൾ സംസാരിച്ച് കെട്ടിപ്പിടിക്കുന്ന സീക്വൻസ് തൊട്ട് ട്രെയിൻ സീക്വൻസ്, റെയിൽവേ സ്റ്റേഷൻ സീക്വൻസ്, ദെൻ ക്രെഡിറ്റ്സ്, ഇത്രയും വരെയുള്ള ഏരിയ മുജീബ് നിങ്ങൾ ഇതിന്റെ കഥയോ തിരക്കഥയോ ഇല്ലെങ്കിൽ ഈ സമയത്ത് നടക്കുന്ന ഇമോഷൻസ് ഒന്നും നിങ്ങൾ ബോധർ ചെയ്യണ്ട. ഈ സിനിമയാണെന്ന് ആലോചിക്കണ്ട, ഇതൊരു സ്പോർട്സ് മൂവിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ. ഒരു സ്പോർട്സ് മൂവിയുടെ ക്ലൈമാക്സിലുള്ള ഇമോഷണൽ വിന്നിങ് മൊമെന്റ് ആണെന്നുള്ള രീതിയിൽ, ഇമോഷണൽ വിന്നിങ് മൊമെന്റ് കേട്ടോ, അല്ലാതെ മറ്റേ ഭയങ്കര സെലിബ്രേഷൻ മൊമെന്റ് എന്നുള്ള ഇതിലാക്കരുത്. അങ്ങനെയുള്ള കുറച്ച് പടങ്ങളുണ്ടല്ലോ, ബാഗ് മിൽക്ക ഭാഗത്തിലും ചക്ത ഇന്ത്യ അല്ലെങ്കിൽ സ്ലം ഡോഗ് മില്യണയർ സ്പോർട്സ് മൂവി അല്ല സ്റ്റിൽ. പിന്നെ മറ്റേ പെലെ എന്ന് പറഞ്ഞ പെലയുടെ ബയോപിക് ഉണ്ട്, റഹ്മാൻ സാർ മ്യൂസിക് ചെയ്ത്. അപ്പൊ ഇതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസാനം ഗോൾ അടിച്ച് ഇവര് കപ്പടിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മളെ ഒരു ഇമോഷണൽ വിന്നിങ് മൊമെന്റ് പോലെ നമുക്ക് തോന്നി. ചാരിതാർത്ഥ്യം എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഒരു ഫുൾഫിൽമെന്റ് ഉള്ള. അപ്പൊ ആ ഒരു വൈബ് പിടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ രീതിയിലാണ് എല്ലാം കോൺട്രാസ്റ്റിംഗ് ആയിട്ടാണ്
നമ്മളും ക്യൂ കൊടുത്തത് പുള്ളി ആ രീതിയിൽ അതിനേക്കാളും നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും ഗംഭീരമായിട്ടാണ് ഗംഭീരമായിട്ടാണ് ചെയ്തത്. സൗണ്ട് ഡിസൈനെ കുറിച്ച് എനിക്ക് തോന്നുന്നു സംസാരിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അത് അത്രയും പെർഫെക്റ്റ് ആണ്, ആയിട്ടാണ് അത് ചെയ്തത്. കാരണം ഒരു സിനിമ നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒന്ന് മുഴച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കൺവിൻസിങ് അല്ലാതെ നമുക്ക് സാറ്റിസ്ഫൈങ് അല്ലാതെയോ തോന്നിയാൽ നമുക്കൊരു അനിഷ്ടം വരും. പക്ഷെ അതൊന്നും ഇല്ലാതെ ഒരു പാക്ഡ് ആയ ഒരു സിനിമയായിരുന്നു. അതുപോലെയാണ് അതിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് വന്നാൽ ഇപ്പം എനിക്ക് പേഴ്സണലി ആസിഫ് അലി എന്നെ ഞെട്ടിച്ച ഒരു സാധനമായിരുന്നു ഈ ചേട്ടനായിട്ട് വീഡിയോ കോൾ ചെയ്യില്ലേ, അപ്പൊ ചേട്ടന്റെ കുട്ടിയും ചേട്ടനും തമ്മിലുള്ള മൊമെന്റിൽ ആസിഫിന്റെ ഒരു അപ്പൊ ആസിഫ് കടന്നു പോകുന്ന ഒരു ഇമോഷണൽ സാധനം അത് കണ്ടപ്പോൾ ഓ എന്ത് ഫൈൻ ആക്ടറാണ്, പക്ഷെ ഇതുവരെ അങ്ങനെ ആസിഫിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന്, അങ്ങനെ പല ഘട്ടങ്ങളിലും ആസിഫ് അലി ഇത്ര നല്ല നടനായിരുന്നോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സിനിമ കണ്ടിട്ട്. അതുപോലെ തന്നെ ആസിഫ് മാത്രമല്ല കേട്ടോ, ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ഒരിടത്തും എല്ലാവരും ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. അത് ആ ഫസ്റ്റ് വരുന്ന ഫോൺ കോൾ മുതൽ സിനിമ തീരുന്നവരെ അങ്ങനെയായിരുന്നു. നമ്മൾ സിനിമ കാണുകയാണെന്നല്ല, നമ്മൾ ആ നാട്ടിൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്നാണ് ഫീൽ ചെയ്യുക. ആ പെർഫോമൻസിൻ്റെ ഒരു മീറ്റർ നിങ്ങൾ സെറ്റ് ചെയ്തും പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഓക്കെ പറയുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയായിരുന്നു? മറുപടി പറഞ്ഞോ, ഞാൻ 2 ട്രിവിയ മാത്രമേ ആഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വീഡിയോ കോൾ സീക്വൻസിൽ കുട്ടി വരുന്ന ഏരിയ ഉണ്ടല്ലോ, ഫസ്റ്റ് ഡ്രാഫ്റ്റല്ല ഐ മീൻ ആ എഴുതി തീർന്ന സ്ക്രിപ്റ്റിൽ ഏട്ടനും ആസിക്കയും തമ്മിൽ സംസാരിക്കുന്നു. അച്ഛനെ കുറിച്ചുള്ള എന്തോ കാര്യം സംസാരിക്കണേ, സുമദത്തൻ ആ റെഫറൻസിലുള്ള കുറച്ച് മാറ്ററുകൾ സംസാരിക്കണേ. അതിന്റെ എൻഡിൽ കുട്ടി വരുന്നു എന്ന് പറഞ്ഞൊരു ഘട്ടം ഇല്ലായിരുന്നു ഫസ്റ്റില് സ്ക്രിപ്റ്റില്. പിന്നെ ആസിക്കയുടെ അടുത്ത് നമ്മളിത് കഥ പ്രസന്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ഘട്ടം വന്നല്ലോ. ആ സമയത്താണ് അല്ലെങ്കിൽ ആസിക്ക ഇന്നായതിനു ശേഷമാണെന്ന് തോന്നുന്നു അത് എഴുതിയത്. യെസ്, ആസിക്ക ഇന്നായി കമ്മിറ്റ് ചെയ്തു, നമ്മൾ പടം തുടങ്ങാൻ പോകുന്നു എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ആസിക്കയുടെ അത്തരത്തിലുള്ള കുറച്ച് പെർഫോമൻസ് പേഴ്സണലി എന്റെ സെൽഫിഷ് ആഗ്രഹം കൊണ്ട് എനിക്ക് കാണാൻ തോന്നിയിരിക്കുന്ന 1-2 സിറ്റുവേഷൻ തോന്നിയതാണ്. ഒന്ന് ഇത് ഈ സീനിന്റെ അവസാനത്തിൽ ഇങ്ങനൊരു കുട്ടി വരുന്ന രീതിയിലും കൂടെ ആവട്ടെ, അപ്പൊ ആസിക്കയുടെ നല്ലൊരു പെർഫോമൻസ് എനിക്ക് പേഴ്സണലി കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട് എഴുതി ചേർത്തതായിരുന്നു. ആ കുട്ടി വരുമ്പോൾ ആസിക്കയുടെ ഇച്ചു എന്നുള്ള വിളികളും കാര്യങ്ങളും, അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒരു പോയിന്റിൽ അവിടെ വാക്വമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അതൊന്ന്. പിന്നെ ടുവേർഡ്സ് എൻഡിൽ പുള്ളി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് കാർ ഡ്രൈവ് ചെയ്ത് വരുന്ന സീക്വൻസ് ഉണ്ട്. ഒരു 40 സെക്കൻഡ് ടൈനി സീനാണ്. ഒരു കോള് വരുന്നു, പുള്ളിക്ക് എടുത്തിട്ട് കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതും ഇനീഷ്യൽ സ്ക്രിപ്റ്റിൽ ഇല്ലാതിരുന്നായിരുന്നു. ആസിക്കയെ കിട്ടിയപ്പോൾ ആസിക്ക അങ്ങനെ ഒരു പെർഫോമൻസ് നടത്തുന്നത് സ്ക്രീനിൽ കാണണം എന്നുള്ള ഒരു സെൽഫിഷ്നെസിന്റെ പുറത്ത് ഉണ്ടാക്കിയാണ് ഈ 2 സീക്വൻസ്. ഇപ്പോൾ ആസിന്റെ കാര്യത്തിൽ നമ്മൾ അമ്മണിപ്പിള്ള മുതൽ കാണുന്നതാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പം മുതൽ ആസി ഭയങ്കര ഡീറ്റെയിൽഡ് ആക്ടർ, ഡീറ്റെയിലിംഗ് ചെയ്യാൻ ഭയങ്കര എന്താ പറയുക കണ്ണുകൾ കൊണ്ടും എക്സ്പ്രഷൻസ് എല്ലാം വെച്ചിട്ട് ആസിന് പലതും ചെയ്യാൻ പറ്റും എന്നുള്ള അന്നേ ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ പല സീൻസും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് 100% ഷുവറായിരുന്നു ഇങ്ങനത്തെ ഈ പർട്ടിക്കുലർ സീൻസ് നമ്മൾ പറയുന്ന ഇമോഷൻസ് ഇത്രയും വർക്കൗട്ടായി എന്ന് പറയുന്ന സീൻസ് എല്ലാം എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും എന്നുള്ള ഇതുണ്ടായിരുന്നു. പിന്നെ ചില ഡയലോഗ്സ് അല്ല, ഒരു സീൻ ഉണ്ടല്ലോ ആസിയും അപർണയോട് റിവീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ആ സീനെല്ലാം കണ്ടിന്യൂസ് ഡയലോഗാണ്. അതെന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആസി ചെയ്തത്. അതെല്ലാം കണ്ടൊരു മൊമെന്റിൽ നമ്മൾ ഇതെന്താണ് എന്താ പറഞ്ഞാൽ നമ്മൾ അത്രയും പാരഗ്രാഫുള്ള ഡയലോഗ്സ് എല്ലാം ഭയങ്കര ഈസി ആയിട്ട്, അതും ഇമോഷണലി അത്രയും കണക്റ്റഡ് ആയിട്ട് ചെയ്ത 2 ഷോട്ട് തന്നെ നമ്മൾ പറഞ്ഞു പോയി ആസി മതി, ഇതിനെയാണ് നമുക്ക് വേണ്ടത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നു. അതേപോലെ ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സീൻസ്, ഈ ബൽഗാമിൽ പോകുന്ന സീൻസ് എല്ലാം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതെല്ലാം അതിന്റെ ബ്യൂട്ടി. നമ്മുടെ പടത്തിനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയാസ് അതെല്ലാം. അത്രയും ഇമോഷൻസ്, പിന്നെ കാർ സീക്വൻസ് ആയാലും കയ്യൊതുക്കത്തോടെ ചെയ്യുക എന്നുള്ള അതാണ്. എവിടെയും മീറ്റർ മാറിപ്പോവാതെ നമ്മൾ കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് ഇപ്പം ആദ്യമായിട്ട് എഴുതുന്ന സ്ക്രിപ്റ്റാണ്, ഒരു രസത്തിന് എഴുതി തുടങ്ങിയതാണ്. ഇത് സീരിയസ് ആയി എടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? എഴുത്തിന്റെ ഒരു എക്സ്റ്റസി കിട്ടിയില്ലേ? രസമുണ്ട് അല്ല, ഈ പറഞ്ഞൊരു സമയവും സന്ദർഭമൊക്കെ ഒത്തു വന്നാലും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. അത് പറഞ്ഞ ആദ്യമേ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും ഒരു കഥ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു 1 ലൈൻ പറഞ്ഞ് ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ആദ്യമേ ഒരു പ്രൊജക്ട് പ്രപ്പോസൽ ആക്കിയതിന് ശേഷം പിന്നീട് എഴുതാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ പോവാതെ അത് നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഒരു സമ്മർദ്ദമായിരിക്കും അല്ലേ. പിന്നെ നമ്മൾ ആരുമായിട്ട് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ തൃപ്തിപ്പെടുത്തണം, അവർക്ക് കൺവിൻസിങ് ആകുന്ന രീതിയിൽ വരണം, ഇനി അത് വന്നില്ലെങ്കിലോ എന്നൊക്കെയുള്ള രീതിയിലൊരു അധിക സമ്മർദ്ദം ഉണ്ടാകും. അപ്പൊ അത് ഇല്ലാതെ
ഫ്രീഡത്തോടു കൂടി ചെയ്യാം. ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ പറഞ്ഞവര് അപ്പം എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, ഇത് മോശമായി പോയാണെങ്കിൽ നമ്മൾ മാത്രമല്ല അറിയുന്നുള്ളൂ, അതെ, അതെ. വേറെ ആൾക്ക് വായിക്കാൻ കൊടുക്കുന്നില്ല, ആരെയും ബോധിപ്പിക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ എപ്പോഴെങ്കിലും ശ്രമങ്ങൾ തുടരും. അപ്പോൾ ശ്രമങ്ങൾ നടത്തിയിട്ട് ഓക്കെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് ചെറിയ രീതിയിലെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ കൊടുക്കാം. അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കുക, അത് പ്രൊജക്ട് ആക്കുന്നതിനെ കുറിച്ച്. മറ്റ് ജസ്റ്റ് ടൈം പാസ് ആയിട്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ടും പോവാ. തീരെ സമ്മർദ്ദം ഒന്നും എടുക്കാൻ ഇഷ്ടമല്ല, എനിക്ക് സമാധാനം വേണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ. സമാധാനം, സമ്മർദ്ദമല്ല, മെയിൻലി സീക്കിംഗ് പീസ് ആ പരിപാടിയാണ്. ഓക്കെ, ദിൻജിത്തിന്റെ അടുത്ത പ്രോജക്റ്റുകളിലേക്ക് വന്ന ആയിട്ടുണ്ടോ ഏതെങ്കിലും? ഇതേപോലെ തന്നെ ഇനിയും സംസാരം നടക്കുന്നുണ്ട്. അടുത്ത ആസിഫ് അലിയാണോ? അയ്യോ, അത് പറയാൻ പറ്റില്ല. ഒന്നും നമ്മൾ ആലോചിച്ചിട്ട് പോലും ഇല്ല സെക്കൻഡ് പടത്തിൽ ആസിഫ് അലി. ബട്ട് അത് സംഭവിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ കറക്റ്റായിട്ട് ആസിന് പറ്റിയൊരു റോള് മീൻസ് ക്യാരക്ടർ വന്നു, ആസിഫിനോട് സംസാരിക്കാൻ പറ്റി, അങ്ങനെ ഈ ഒരു മൂവി ഉണ്ടായി. അതുപോലെ നാളെ പെട്ടെന്ന് വേറൊരു നല്ല സബ്ജക്റ്റ് വന്ന് ആസിക്ക് പറ്റിയതോ അല്ലെങ്കിൽ നോക്കാം. അങ്ങനെ കഥാപാത്രം ആരാ ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഇനിയും കിഷ്കിന്താകാണം കാണാത്ത ഒരു സിനിമ കാണട്ടെ, വലിയ 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 വിജയങ്ങളിലേക്ക് സിനിമ പോട്ടെ, റെക്കോർഡിരട്ടെ സിനിമ. ഈ ഓണത്തിന് നോർമലി നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഒരു മാസ് മസാല സിനിമ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ബ്ലാസ്റ്റ് ആവാൻ പറ്റിയ സിനിമകൾ. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ ഒരു സിനിമ ഇറക്കാൻ കാണിച്ചു എന്നുള്ളത് തന്നെ ഒരു റെവല്യൂഷണറി തീരുമാനമാണ്. അത് വീണ്ടും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സിനിമ ഗംഭീര വിജയമായിട്ട് മുന്നോട്ട്. താങ്ക് യു സോ മച്ച്.